പ്രഭാതവന്ദനങ്ങൾ. 2015 ഞങ്ങൾക്ക് 2 ഇരട്ടക്കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ടെൻഷൻസ് ആയിരുന്നു, ഒത്തിരി ആകുലതകളുണ്ടായിരുന്നു. എങ്ങനെ ഈ 2 കുഞ്ഞുങ്ങളെ വളർത്തുമെന്നോർത്ത് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സങ്കീർത്തനം 127:1 കർത്താവ് എന്നോട് ഇടപെട്ടു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അതായത് ഞാൻ എന്തെങ്കിലും പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് അവരെ വളർത്തുന്നത് കൊണ്ടല്ല, കർത്താവാണ് അവരെ വളർത്തേണ്ടത് എന്നുള്ളൊരു വലിയ ബോധ്യം എനിക്ക് കിട്ടി. അന്ന് തന്നെ എൻ്റെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും മാറിപ്പോയി. ഞാൻ കർത്താവ് വളർത്തുന്നതിനനുസരിച്ച് ചേർന്ന് നിന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ. ഇനി 2025 മാർച്ചിൽ അവർക്ക് 10 വയസ്സ് തികയാൻ പോകുമ്പോൾ ഞാൻ നന്ദിയോടെ ദൈവത്തെ ഓർക്കുന്നു. കർത്താവ് അവരെ വളർത്തിയ ഓരോ വിധങ്ങളെയും നടത്തുന്ന വിധങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് എന്നെ കാണുന്നവർ അനാവശ്യമായിട്ടുള്ള ആകുലതകൾക്ക് അടിമ ആണെങ്കിൽ, ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, അനാവശ്യമായിട്ട് ടെൻഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കർത്താവിനെ ഒന്ന് ഓർത്ത് നോക്കിയേ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം വെറുതെ ആയിപ്പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും കർത്താവിൽ നിന്ന് ആശ്രയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദയമായ കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പൂർണ്ണമായും അങ്ങിൽ ആശ്രയിക്കുവാനായിട്ട്, അങ്ങ് പണിയുന്നത് കാണുവാൻ, അതിന് നന്ദി പറയുന്നവരായിട്ട് കർത്താവെ ഞങ്ങളെ ഇന്നും മാറ്റണം. ഞങ്ങളുടെ ആശ്രയം മുഴുവൻ അങ്ങിലാവട്ടെ. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നപ്പാ. എല്ലാ മാനവും മഹത്വവും യേശുവിന്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.